അറഫ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് മുസ്ദലിഫയിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. അൽഹംദുലില്ലാ, മണിമന്ദിരമില്ല, പതുപത്ത മെത്തയില്ല, പുതപ്പോ വിരിപ്പോ ഇല്ല, ഫാനില്ല, AC ഇല്ല, വില കൂടിയ കോട്ടോ സ്യൂട്ടോ അത്തറോ ആഭിജാത്യമോ ഒന്നുമില്ല. തോർത്തുപോലെ വെറും 2 കഷ്ണം തുണി മാത്രം ചുറ്റി ഒരടിവസ്ത്രം പോലുമില്ലാതെ വെറുമൊരു ഫക്കീറായി തെരുവിലെ മണ്ണിൽ. സുബ്ഹാനല്ലാഹ്. മേലെ ആകാശം, താഴെ ഭൂമി, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചൊരു മണ്ണിൽ. നേതാവോ സുൽത്താനോ രാജാവോ മന്ത്രിയോ ആരുമില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രം. സുഖമായൊരുറക്കമാണ് അവിടുന്ന് എല്ലാവർക്കും കിട്ടുക. അത് കഴിഞ്ഞുണരുമ്പോഴേക്കും മാഷാ അല്ലാഹ്, പരിഭവമോ പരാതിയോ സങ്കടമോ ഒന്നുമില്ലാതെ, അഹങ്കാരമോ കിബറോ പോരോ അസൂയയോ എന്തിനേറെ പറയുന്നു, ശരിക്കും ഒരു കുഞ്ഞിനെ പോലെ. സുബ്ഹാനല്ലാഹ്. എല്ലാം അള്ളാഹുവിൽ തവക്കലാക്കി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും നമ്മളെ തന്നെ മറന്നുപോയി. ശരിക്കും എല്ലാം ഒരു എന്താ പറയുക, പടച്ചവൻ്റെ ഒരു അനുഗ്രഹം, പരീക്ഷണം. എല്ലാവർക്കും ഇതൊക്കെ അനുഭവിക്കാനും ഹജ്ജ് ചെയ്യാനൊക്കെയുള്ള ഭാഗ്യം അള്ളാഹു എല്ലാവർക്കും കനിഞ്ഞു നൽകട്ടെ. തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സുബഹി നിസ്കാരവും കഴിഞ്ഞ് ആളുകൾ ജംറയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇവിടെ നിന്നും പെറുക്കിയ കല്ലുകളുമായിട്ടാണ് എല്ലാവരും ജംറയിലേക്ക് പോവുക. അതിനായി ധാരാളം കല്ലുകൾ ഇവിടെ നിരത്തിയിട്ടുണ്ട്. ആളൊഴിഞ്ഞ മുസ്ദലിഫയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെയാണ് എല്ലാവരും രാത്രി കിടന്നുറങ്ങിയിരുന്നത്. അൽഹംദുലില്ലാ. അറഫയിലെയും മിനായിലെയും പോലെ കാലങ്ങൾ ഇവിടെയും മാറ്റങ്ങൾ ഇനി വരുത്തുമോയെന്ന് അറിയില്ല. ഇതുപോലെ തന്നെ നിലനിർത്തിയാൽ മതിയായിരുന്നു. ആത്മാർത്ഥമായി അങ്ങനെയാണ് ആഗ്രഹിച്ചു പോകുന്നത്. ഇവിടെ നിന്നും കിട്ടുന്ന ഒരു ആത്മസുഖം മാഷാ അല്ലാഹ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുമാണ്. ഇനി നേരെ പോകുന്നത് ജംറയിലേക്കാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ജംറയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.